ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലത്തെ ചെറുക്കനാണ്. അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ആളെ പേര് പറയുന്നില്ലെങ്കിലും നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് കറങ്ങിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് മറ്റുള്ളവർ അറിഞ്ഞത്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിലുള്ള ആളാണല്ലോ ഈ പറയുന്ന നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്ന് മനസ്സിലാക്കി കൂടെ? ഞങ്ങളെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളിങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആൾക്കാരെല്ലാവരും അറിഞ്ഞത്. അങ്ങനെയാണ് അവരുടെ വീട്ടുകാരും അറിഞ്ഞത്. അല്ലാതെ അറിഞ്ഞില്ല? ഇല്ലില്ല, ആരും അറിഞ്ഞില്ല. അവന്റെ ഫ്രണ്ട്സിനെ അറിയാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ഇതിപ്പോൾ നിങ്ങൾ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാവുന്നത്. വേറെ കുറേ ചാനലുകാർ എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞത് വേറെ ഇൻ്റർവ്യൂവിൽ നിങ്ങളെ കല്യാണം കഴിഞ്ഞിരിക്കുന്നതാണല്ലോ. അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. വിശേഷങ്ങൾ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, എന്നാലും എന്തോ ഒരു വിശേഷം ഉണ്ട്. കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞായിരുന്നോ? പുള്ളി എവിടെയാണ് താമസിക്കുന്നതൊക്കെ? ആള് വർക്ക് ദുബായിലാണ്. വർക്ക് ദുബായിലാണ്. അപ്പം ഇത്തായി ദുബായിലോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല അല്ലേ? അപ്പം വിവാഹത്തിന് ആദ്യമേ ഒരു പ്രായം കുറഞ്ഞ ആളാന്ന് കേട്ടു, സത്യമാണോ? എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 26. നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് സത്യത്തിൽ ഇത് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയല്ലേ? നിങ്ങളിതൊരു കണ്ടന്റ് ആക്കിയിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാനുള്ള ഒരിത്, അതായത് ജനങ്ങളെ വെട്ടികളാക്കുക. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ, അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനലുണ്ടല്ലോ, അവരാണ് എടുത്തിട്ടത്. ഷോർട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അതിനുള്ള കണ്ടന്റ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പാടുമോ? അപ്പോൾ നിങ്ങൾ ഒരിക്കൽ വന്നിട്ട് പറയും കല്യാണം കഴിഞ്ഞിരിക്കണം, പിന്നീട് വന്നിട്ട് പറയും കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കോൾസും കാര്യങ്ങളും. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവർക്കൊരു, പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെയല്ലേ സൈബർ സെല്ലുള്ളത്, നിങ്ങൾ കേസ് കൊടുക്കണം, നിയമപരമായിട്ട് നീങ്ങണം. ഇതിപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചതാണ്. അവർക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നതാണല്ലോ. നിങ്ങൾ ഒരിക്കൽ പറഞ്ഞ് കല്യാണം കഴിഞ്ഞിരിക്കണം, പിന്നീട് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങൾ ഈ നുണ പറയുന്നത് എന്തിനാണ്? കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ്, അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത്, താലി, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. പിന്നെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ്, അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു, അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കാണ്, പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ്, കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരുടെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും. തെറ്റാണ് ചെയ്തത്, എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. പക്ഷെ ആ ഒരു പിന്നെ
ഇങ്ങനെ 10-26 വയസ്സായ ചെക്കൻ്റെ ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നോ അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യാത്തിടത്തോളം കാലം, ഞാൻ എൻ്റെ വായ കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവൻ എന്നെ കല്യാണം കഴിച്ചു എന്നും ആവില്ല. ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു. പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ്. അപ്പോൾ അയാളാണ് ഇത് മെയിനായിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത്. കാരണം അതിൻ്റെ ആവശ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാൾ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് എങ്ങനെയെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ അയാളുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അയാളാണ് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എന്താ പറയുക, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നാളെ ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്താ പറയുക, നിങ്ങളുടെ സ്വഭാവം കാരണം നിങ്ങൾ രണ്ടാമത്തെ കല്യാണം കഴിച്ച ഭർത്താവിന് പിന്മാറിയതാണ്. അതൊന്നും മാസം പരിചയമുള്ള ഒരാളെ എങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നി? എന്തോ വിശ്വസിച്ച് കല്യാണം കഴിക്കാൻ? അപ്പൊ ഞാൻ പറയട്ടെ, ഒരു ദിവസം നമ്മൾ വേറൊരു ആളിനെ അറേഞ്ച് മാരേജ്, പിന്നെ ഒരാളിനെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തണം. ഇവനെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് അവനെ കല്യാണം, നമ്മൾക്ക് പരിചയമേ ഇല്ല, ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ കല്യാണം കഴിക്കണില്ല. ആ കാര്യം സാജിദ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത, ഒരു മാസം പോലും പരിചയമില്ലാത്തവരായിട്ട് നമ്മൾ കല്യാണം കഴിക്കണില്ലേ, എന്നിട്ട് കൂടെ ജീവിക്കണില്ലേ, എന്നിട്ട് 4 മാസം പരിചയം. ഷാജി ഒന്നല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി യൂട്യൂബ് കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ പറഞ്ഞത് സാജിദ ഷാജി അഹങ്കാരിയാണെന്ന്. ഇനിയിപ്പോൾ നാളെ മുതൽ പറയും സാജിദ ഷാജി ഹണി ട്രാപ്പിൽ പെട്ട ആളാണെന്ന്. ആ പയ്യൻ ഇതിൽ പെട്ടുപോയതാണെന്നാണ് നാളെ മുതൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.